ആദ്യം പാർട്ടി, അത് കഴിഞ്ഞു മതി മിനിസ്റ്റർഷിപ്പ്. ലീഗിന്റെ മന്ത്രിമാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പാർട്ടി. 10 വർഷം കാത്തിരുന്നിട്ട് കിട്ടിയ ഭരണം, പക്ഷേ ആസ്വദിക്കുന്നത് മന്ത്രിമാരാണ്. അതിന്റെ ഗുണഫലങ്ങൾ മുസ്ലിം ലീഗിന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി. ഇതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗിന്റെ 5 മന്ത്രിമാരെയും പാണക്കാട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ച പാണക്കാട്ടേക്ക് എത്തുന്ന മന്ത്രിമാരുമായി പാർട്ടി നേതാക്കൾ ചർച്ച നടത്തും. ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും. അധികാരം പിടിച്ച് 1.5 മാസമായിട്ടും അതിന്റെ ഗുണവശങ്ങൾ പാർട്ടിക്കോ കൂടെയുള്ള അനുയായികൾക്കോ ലഭിക്കുന്നില്ല എന്ന പരാതികൾക്കിടയിലാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ചില വകുപ്പുകളിൽ അഴിച്ചുപണി ആവശ്യമാണ്. MSF, യൂത്ത് ലീഗ് അടക്കമുള്ള പോഷക സംഘടനകൾക്ക് കടുത്ത അതൃപ്തിയാണുള്ളത്. ലീഗിന്റെ മന്ത്രിമാർക്കെതിരെയാണ് ഏറ്റവും അധികം വിമർശനമുള്ളത്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച, അറസ്റ്റ് വരിച്ച നേതാക്കന്മാരെ പൂർണ്ണമായും മന്ത്രിമാർ അവഗണിച്ചു. പാർട്ടിക്ക് വേണ്ടി ജീവിതം ബലിയാടാക്കിയ നേതാക്കന്മാരെ അവഗണിച്ച് ഒരു ബന്ധവുമില്ലാത്തവരെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചുവെന്നാണ് പ്രധാനമായും ഉയരുന്ന പരാതി. മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, KM ഷാജി, അബ്ദുൾ ഗഫൂർ, ഷംസുദ്ദീൻ എന്നീ മന്ത്രിമാരും യോഗത്തിനെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചായ സൽക്കാരം എന്ന പേരിലാണ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് നിയമനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് പാർട്ടിയിൽ ഏറ്റവും വലിയ ഭിന്നത ഉടലെടുത്തിരിക്കുന്നത്. ദീർഘകാലമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിൽക്കുകയും ചെയ്ത യൂത്ത് ലീഗ്, MSF പ്രവർത്തകരെയും മറ്റ് കീഴ്ഘടകങ്ങളെയും മന്ത്രിമാർ പരിഗണിച്ചില്ലെന്ന് പരാതി ശക്തമാണ്. പാർട്ടി നേതൃത്വം തയ്യാറാക്കിയ പട്ടികയെ മറികടന്ന് 90% നിയമനങ്ങളും മന്ത്രിമാർ സ്വന്തം നിലയ്ക്ക് പൂർത്തിയാക്കിയെന്ന് ആരോപണമുയർന്നുണ്ട്. ഇതിനായി ഒരു പ്രൊഫഷണൽ ഏജൻസിയെ കൊണ്ട് 150 പേരുടെ പട്ടിക തയ്യാറാക്കിയിരുന്നുവെങ്കിലും അത് അവഗണിക്കപ്പെടുകയായിരുന്നു. ആ പട്ടികയിൽ നിന്നും ഒരാളെ പോലും എടുക്കാൻ മന്ത്രിമാർ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ അവരവരുടെ വകുപ്പുകളിൽ തിരികെ കയറ്റിയിട്ടുണ്ട്. MSF അടക്കമുള്ള കീഴ്ഘടകങ്ങൾ ഈ നിയമനങ്ങളിൽ പരസ്യമായ അതൃപ്തി രേഖപ്പെടുത്തുകയും ഇത് സംബന്ധിച്ച പ്രമേയങ്ങൾ പാസാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ചേരുന്ന യോഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. UDF സർക്കാരിന്റെ നയങ്ങൾ ലീഗിന്റെ പരമ്പരാഗത നിലപാടുകളുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യവും പാർട്ടിക്ക് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. മദ്യപാനത്തിനെതിരായ കർശന നിലപാട് പുലർത്തുന്ന പാർട്ടിയാണ് ലീഗ്. എന്നാൽ സർക്കാർ അധികാരം ഏറ്റെടുത്ത ശേഷം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാൻ എടുത്ത തീരുമാനം പാർട്ടിയെ വെട്ടിലാക്കിയിരുന്നു. ഇത് ലീഗ് നേതൃത്വത്തിന് അണികൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് സ്വകാര്യമായ കാരണം നിരത്താൻ മന്ത്രിമാർ നിർബന്ധിതരാകുമെന്ന് ഉറപ്പാണ്. ഇതിനു പുറമെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പാർട്ടി മുൻപ് ശക്തമായി എതിർത്ത PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഭരണപക്ഷത്തിന്റെ ഭാഗമായതിനാൽ ലീഗിന് മൃദു സമീപനം സ്വീകരിക്കേണ്ടി വന്നിരുന്നു. ലീഗ് നേതാവ് തന്നെയായ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ പദ്ധതിയുടെ മേൽനോട്ട ചുമതല വന്നത് പാർട്ടിയെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സ്വീകരിച്ചിരുന്ന തീവ്രമായ നിലപാടുകൾ ഭരണപക്ഷത്തിരിക്കുമ്പോൾ നടപ്പിലാക്കാൻ കഴിയാത്തത് ലീഗ് മന്ത്രിമാരെയും പാർട്ടിയെയും അണികളുടെയും വിമർശകരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ മന്ത്രിമാരുടെ അധികാര പ്രയോഗങ്ങളും പാർട്ടിയുടെ ആശയപരമായ നിലപാടുകളും തമ്മിലുള്ള പൊരുത്തക്കേടാണ് നിലവിൽ ലീഗിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ഇത് പരിഹരിക്കാനാണ് യോഗം വിളിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴും അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായ സാഹചര്യത്തിൽ മന്ത്രിമാരിൽ ആരോടെങ്കിലും മാറി നിൽക്കാൻ ആവശ്യപ്പെടുമോ എന്നും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്.